ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 32. അതെ, ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ട്. മഹാദേവൻ്റെ നിർദ്ദേശപ്രകാരം കഴുകിയ വാഴയില അടുക്കളയിലെ പാതകത്തിൽ കൊണ്ടുവച്ചതിന് ശേഷം സ്വന്തം മുറിയിലേക്ക് കയറുവാനായി തുടങ്ങിയപ്പോഴാണ് വൈശാഖിയെ ഗൗരി പിന്നിൽ നിന്നും വിളിച്ചത്. അവളുടെ വിളിയിൽ വൈശു ഒന്ന് നിന്നു. എന്നിട്ട് ഗൗരിയെ നോക്കി തിരിഞ്ഞ് എന്താ എന്ന രീതിയിൽ, അല്ല അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിൻ്റെ ഉദ്ദേശം? ഗൗരി അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തുദ്ദേശം? വൈശാഖിയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. ഗൗരിയുടെ സംസാരം പെണ്ണിനൊട്ടും മനസ്സിലായില്ല എന്നതാണ് സത്യം. അയ്യോ, എന്താ അഭിനയം! ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലെന്ന് നീ കരുതണ്ട. ചുറ്റിനും ഒന്ന് നോക്കിയിട്ട് ഹാളിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഗൗരി അവളെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് മുരണ്ടു. ഗൗരിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ നേരെ പറയൂ. ഗൗരി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വൈശാഖിക്ക് പരിഭ്രമം തോന്നി. കഴിഞ്ഞ ദിവസത്തെ പോലെ വീണ്ടും ഗൗരി തന്നോട് ഉടക്കിന് വന്നതാണോ എന്നവൾ പേടിച്ചുപോയി. അയ്യോ, ഒരു പാവ ഇള്ള കുഞ്ഞിഞ്ഞു വന്നിരിക്കുന്നു. അവക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേവേട്ടൻ എൻ്റെയാ. ഞങ്ങളുടെ കല്യാണം ചെറുപ്പത്തിലെ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചു വെച്ചതാ. അതുകൊണ്ട് ദേവേട്ടനോട് ഒട്ടാൻ നിൽക്കാതെ വാടകക്കാരുടെ സ്ഥാനത്ത് നിൽക്കാൻ നോക്ക്. ഗൗരിയുടെ മുഖത്ത് പുച്ഛം വിടർന്നു. അപ്പോഴാണ് അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വൈശാഖിക്ക് മനസ്സിലായത് തന്നെ. താനും മഹാദേവൻ സാറും കൂടി ഇല വെട്ടാൻ പോയത് ഗൗരിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സാറിൻ്റെ കൂടെ പോകാൻ ഗൗരിക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും സാർ അവളെ മനഃപൂർവ്വം കൊണ്ടുപോയില്ല. പകരം കൂടെ ചെല്ലാൻ വിളിച്ചത് തന്നെയാണ്. അതിൻ്റെ ചുരുക്കാണ് പെണ്ണ് തന്നോട് ഈ തീർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സാർ അവളെ കൊണ്ടുപോകാതെ എന്നെ എന്തിനു കൊണ്ടുപോയി എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വൈശാഖി ഉള്ളിൽ ചിന്തിച്ചു. ശരി ഗൗരി. ഗൗരി പറഞ്ഞത് കേട്ടപ്പോൾ ഉള്ളിൽ വല്ലാത്ത നോവുണ്ടായെങ്കിലും വൈശാഖി തലയാട്ടി സമ്മതിക്കുകയാണ് ചെയ്തത്. കാരണം എത്രയൊക്കെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഗൗരി ഒരിക്കലും തന്നെ വിശ്വസിക്കില്ലെന്നുള്ള കാര്യം അവൾക്കുറപ്പായിരുന്നു. അതുമാത്രമല്ല, ബാലുവും കൃഷ്ണനങ്കളും കൂടി ഇവരുടെ കല്യാണക്കാരൻ സംസാരിക്കുന്നതും താൻ കേട്ടതാണ്. അവൾ വേദനയോടെ മനസ്സിലോർത്തു. എങ്കിൽ നിനക്ക് കൊള്ളാം. ഇവിടെ വാടകയ്ക്ക് നിന്നിട്ട് എൻ്റെ ദേവേട്ടനെ തട്ടിയെടുക്കാനാണ് നിൻ്റെ ശ്രമമെങ്കിൽ ഈ ഗൗരിയെ നിനക്ക് ശരിക്കും അറിയില്ല. ഒട്ടും മര്യാദയില്ലാതെ വൈശുവിനോട് അവൾ ആക്രോശിച്ചു. അങ്ങനെ ആരുടെയും തട്ടിയെടുത്തുള്ള ശീലം എനിക്കില്ല ഗൗരി. ഗൗരി പേടിക്കണ്ട. ഞാൻ ഈ വീട്ടിലെ വാടകക്കാരി മാത്രമാണ്. ഒരിക്കലും വീട്ടുകാരിയാകുവാൻ ശ്രമിക്കില്ല. അത്രയും അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് വൈശാഖി മുറിയിലേക്ക് കയറി. എന്നിട്ട് വാതിൽ കുറ്റിയിട്ടിട്ട് ബെഡിലേക്ക് കമിഴ്ന്നു വീണു. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വേണ്ട, സാർ എൻ്റെയല്ല. മറക്കണം, മറന്നേ പറ്റൂ. ഉള്ളിലുള്ള വിഷമങ്ങളെ തലയിണയിലേക്ക് ഒഴുക്കി വിട്ടു പെണ്ണ്. അങ്ങനെയൊന്നും പറയല്ലേ വിഷ്ണു. എന്തൊക്കെ പറഞ്ഞാലും ഗൗരി നിൻ്റെ ചേച്ചിയാ. വൈശാഖി അവനെ തിരുത്തി. എന്നിട്ട് മാവിൻ ചുവട്ടിൽ വീണ് കിടക്കുന്ന പഴുത്ത മാമ്പഴങ്ങളെല്ലാം എടുത്ത് ഒരു ചർവത്തിലേക്ക് പെറുക്കിയിട്ടു. ഉച്ചയൂണം കഴിഞ്ഞ് സൊറ പറയാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു രണ്ടുപേരും കൂടി. കോപ്പ ചേച്ചിക്ക് അറിയാൻ മേലാത്തോണ്ടാ. മുറ്റു സാധനമാണ് ഗൗരി ചേച്ചി. അവർ പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഏതു നേരവും ദേവേട്ടൻ്റെ പിന്നാലെ നടക്കുന്നത് കാണാം. ഈ വീട്ടിലുള്ള വേറെ ആരെയും മൈൻഡ് ചെയ്യില്ല. എന്തിന്, ഈ എന്നോട് പോലും ഒന്നും സംസാരിക്കില്ല. അപ്പച്ചിയുടെ മോളായതുകൊണ്ട് മാത്രമാണ് അവരെ ആരും ഒന്നും പറയാത്തത്. വിഷ്ണു അവൻ്റെ മനസ്സിലുള്ള മുഴുവനും തുറന്നു പറഞ്ഞു. എന്നിട്ട് പഴുത്ത് കിടക്കുന്ന മാങ്ങകളെല്ലാം തോട്ടിക്കൊണ്ട് വലിച്ച് താഴേക്ക് പറിച്ചിട്ടു. പക്ഷെ അതിനുള്ള മറുപടി മാത്രം വൈശാഖി കൊടുത്തില്ല. വെറുതെ അവനെ കേട്ടുകൊണ്ടിരുന്നു, അത്രമാത്രം. ഒരു തരത്തിൽ പറയുന്നാൽ വിഷ്ണു പറയുന്നതാണ് സത്യമെന്നുള്ള കാര്യം അവൾക്കും അറിവുള്ള കാര്യമായിരുന്നു. വിഷ്ണു! പൊടുന്നനെയാണ് അകത്തു നിന്നും മഹാദേവൻ്റെ ശബ്ദം അവനെ തേടിയെത്തിയത്. ദേ, നിന്നെ എൻ്റെ ഏട്ടൻ വിളിക്കുന്നു. അടുത്തു നിന്നവനെ അപ്പോഴേക്കും വൈശാഖി തട്ടി. എന്തിനാണോ എന്തോ, പോയിട്ട് വരാം. കയ്യിലിരുന്ന തോട്ടിക്കമ്പ് മാവിൻ്റെ താഴെയുള്ള ഒരു ചില്ലയിലേക്ക് തൂക്കിയിട്ടിട്ട് അവൻ മെല്ലെ ഉമ്മറത്തിൻ്റെ പടികൾ കയറി. താഴെ കിടക്കുന്ന മാമ്പഴങ്ങൾ പെറുക്കിയെടുത്തതിന് ശേഷം വൈശാഖിയും ധൃതിയിൽ വീടിനുള്ളിലേക്ക് കയറി. ചരുവം പിടിച്ചുകൊണ്ട് ഹാളിൽ നിന്ന് അടുക്കളയിലേക്ക് നടക്കുമ്പോൾ വൈശു കണ്ടു തൻ്റെ മുറിയിൽ നിൽക്കുന്ന വിഷ്ണുവിനെ.
ഇവനെന്തിനാ എൻ്റെ മുറിയിലേക്ക് പോയത്? അതും ചിന്തിച്ചുകൊണ്ടാണ് മാമ്പഴത്തിൻ്റെ പാത്രം അടുക്കളയിലെ പാതകത്തിൽ കൊണ്ടുചെന്നവൾ വെച്ചത്. നല്ലപോലെ പഴുത്തതാണോ മോളെ? വൈകിട്ടത്തെ കാപ്പിക്കുള്ളത് എന്തോ തയ്യാറാക്കിക്കൊണ്ട് നിൽക്കുന്ന ലക്ഷ്മി അവളെ കണ്ടത് ഒരു ചിരിയോടെ ചോദിച്ചു. നല്ലോണം പഴുത്തതാ ലക്ഷ്മിയമ്മേ. ഒരെണ്ണം പാത്രത്തിൽ നിന്നും എടുത്തു കാട്ടിയിട്ട് അവൾ പറഞ്ഞു. എങ്കിൽ വൈകിട്ടത്തേക്ക് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കാം. ഗൗരിക്ക് വലിയ ഇഷ്ടമാണ് മാമ്പഴക്കറി. ഇവിടെ അവൾ വരുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മോൾക്കോ? ലക്ഷ്മി അവളോട് തിരക്കി. എനിക്കും ഇഷ്ടമാണ് ലക്ഷ്മിയമ്മേ. അവൾ ചിരിച്ചു. എന്നിട്ട് ഇത്രയും നാളായിട്ട് ഒരു വട്ടം പോലും മോൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ മാമ്പഴക്കറി ഇഷ്ടമാണെന്ന്. അവരാ പെണ്ണിനെ കൂർപ്പിച്ച് നോക്കി. അത് പിന്നെ എന്തോ പറഞ്ഞില്ല ലക്ഷ്മിയമ്മേ. എന്നും എനിക്കിഷ്ടമുള്ളതൊക്കെ തന്നെയല്ലേ ലക്ഷ്മിയമ്മ ഉണ്ടാക്കി തരുന്നത്. അവൾ നന്ദിയോടെ അവരെ നോക്കി. അങ്ങനെ അല്ലല്ലോ, മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞാലല്ലേ എനിക്കിങ്ങനെ ഉണ്ടാക്കി തരാൻ പറ്റൂ. ഇനിയും തൊട്ട് പറഞ്ഞോളാം ലക്ഷ്മിയമ്മേ. അവരെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പെണ്ണ് അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് നേരെ സ്വന്തം മുറിയിലേക്ക് കയറി. അങ്ങോട്ടേക്ക് ചെന്ന് കയറിയപ്പോൾ അവൾ ആദ്യം കണ്ടത് മേശയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് AC ക്ലീൻ ചെയ്യുന്ന മഹാദേവനെയാണ്. ക്യാപ്പൊക്കെ അഴിച്ചിട്ട് അകത്തെ ഫിൽട്ടർ നെറ്റൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി തിരിച്ചു ഫിറ്റ് ചെയ്യുകയാണ് ആൾ. അത് നോക്കിക്കൊണ്ടാണ് വിഷ്ണു നിൽക്കുന്നത്. ഇടയ്ക്ക് ദേവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എന്തൊക്കെയോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അതെ, റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ AC ഓഫ് ചെയ്യണമെന്ന് ഞാൻ വൈശാഖിയോട് നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമല്ലേ. അഴിച്ചു വെച്ചതെല്ലാം വീണ്ടും തിരികെ ഫിക്സ് ചെയ്തിട്ട് അവൻ മെല്ലെ മേശയുടെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി. അതെ സർ. ഇതിപ്പോൾ ഈ ചോദ്യം എന്തിനാണെന്നുള്ള ചിന്തയിൽ വൈശു അവനെ ഉറ്റുനോക്കി. ചെക്കൻ ACയുടെ കോളിംഗ് ചെക്ക് ചെയ്യുകയാണ്. എന്നിട്ടാണോ AC ഓഫ് ചെയ്യാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അവൻ ഇത്തിരി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അയ്യോ സർ, ഞാൻ ഓഫ് ചെയ്തിട്ടാണ് പോയത്, സത്യം, അവൾ ഉറപ്പോടെ പറഞ്ഞു. കുറച്ചു മുൻപേ മാമ്പഴം പൊട്ടിക്കാമെന്നും പറഞ്ഞ് വിഷ്ണു തൻ്റെ മുറിയിൽ വന്നതും താൻ സമ്മതം മൂളിക്കൊണ്ട് റൂമിലെ AC ഓഫ് ചെയ്തിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതും ഒക്കെ വൈശാഖിക്ക് നല്ല കാണാപ്പാടം പോലെയായിരുന്നു. വൈശാഖി ഓഫ് ചെയ്തെങ്കിൽ പിന്നെ ഇതാരായിട്ടെ? ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇത് ഓണായിട്ട് കിടക്കുന്നതാണല്ലോ കണ്ടത്. മുറിയിലെ AC ഓഫ് ചെയ്തിട്ടവൻ റിമോട്ട് ബെഡിലേക്കിട്ടു. ഓണായിട്ട് കിടന്നോ? അതെങ്ങനെ? വൈശാഖി കണ്ണും മിഴിച്ചുപോയി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ, നീ ഓഫ് ചെയ്യാതെ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കാണും. ചെക്കൻ ദേഷ്യപ്പെട്ടു. ചെയ്യാത്ത തെറ്റിന് തല കുമ്പിട്ട് നിൽക്കുവാൻ മാത്രമേ അവൾക്ക് ആ നേരം കഴിഞ്ഞുള്ളൂ. അതേസമയം മംഗലത്ത് വീട്ടിൽ നിന്നും വൈശാഖിയെ പുറത്ത് ചാടിക്കാൻ വേണ്ടി ഓരോന്നായി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൗരീനന്ദ. മുത്തശ്ശിക്ക് നല്ല കാലിന് വേദന, ഇതൊന്ന് ചൂടാക്കിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. കയ്യിലിരുന്ന കുഴമ്പുകുപ്പി അടുക്കളയിൽ എന്തോ പണിയിലായിരുന്ന ലക്ഷ്മിയുടെ നേർക്ക് നീട്ടിക്കൊണ്ട് വൈശാഖി പറഞ്ഞു. അതെയോ, ഇങ്ങിതാ മോളെ, ഞാൻ ചൂടാക്കിത്തരാം. അവരത് അപ്പോൾ തന്നെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. എന്നിട്ട് ഒരു ചെറിയ കുഴിയൻ പാത്രം കയ്യിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുഴമ്പ് ഒഴിച്ചെടുത്തു. മുട്ടിന് വേദന അമ്മയ്ക്ക് ഈടെയായിട്ടില്ലായിരുന്നതാ, ഇതിപ്പോൾ ഇടുക്കിപ്പോയി വന്നിട്ട് തുടങ്ങിയതാ. കുഴിയൻ പാത്രം കൊടിലുകൊണ്ട് പിടിച്ച് സ്റ്റവിന് മുകളിൽ വെച്ചവർ ചെറുതീയിൽ ചൂടാക്കിയെടുത്തു. എന്നിട്ടൊരു പരന്ന പാത്രത്തിന് മുകളിലേക്ക് അതെടുത്ത് വെച്ചു. നല്ല ചൂടാണ്, മോളുടെ കൈ പൊള്ളും, ഞാനിത് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തോളാം. കുഴമ്പിനായി കൈ നീട്ടിയവളോട് ലക്ഷ്മി തടസ്സം പറഞ്ഞു. ഒന്നും സാരില്ല ലക്ഷ്മി അമ്മേ, ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടുപോയിക്കോളാം. ലക്ഷ്മി അമ്മ ബാക്കി പണികൾ ചെയ്തോളൂ. വൈശാഖി അപ്പോൾ നിർബന്ധം പിടിച്ചു. കാരണം അരുന്ധതി അപ്പച്ചിയും കുടുംബവും ഇന്ന് തന്നെ അത്താഴം കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ടിരിക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് ലക്ഷ്മിയമ്മ. അതിനിടയിൽ മുത്തശ്ശിക്ക് കുഴമ്പ് പിടുത്തവും തിരുമ്മിക്കൊടുക്കലും ഒക്കെ ചെയ്തു കൊടുക്കുമ്പോഴേക്കും ഒന്നും കൂടി താമസിക്കേ ഉള്ളൂ. വൈശാഖി മനസ്സിൽ ചിന്തിച്ചു. സൂക്ഷിച്ച് കൈ പൊള്ളിക്കാതെ കൊണ്ടുപോണേ മോളെ. അവരൻ പരന്ന പാത്രം എടുത്ത് ശ്രദ്ധയോടെ വൈശുവിൻ്റെ കയ്യിൽ പിടിപ്പിച്ചു കൊടുത്തു. ശരി ലക്ഷ്മിയമ്മേ. പാത്രത്തിൻ്റെ ഇരുവശങ്ങളിലും മുറുക്കി പിടിച്ചുകൊണ്ട് അവൾ മെല്ലെ അടുക്കളയിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് നടന്നു. കുഴിയൻ പാത്രത്തിലിരിക്കുന്ന ചൂട് കുഴമ്പ് താഴെ തട്ടി വീഴാതെ നോക്കിയായിരുന്നു പെണ്ണിൻ്റെ നടപ്പ്. ഡൈനിങ് റൂമിലേക്ക് കയറി പോയപ്പോഴേ വൈശു കണ്ടിരുന്നു തനിക്ക് നേരെ നടന്നു വരുന്ന ഗൗരീനന്ദയെ.
അവളുടെ ദേഹത്ത് മുട്ടാതിരിക്കാൻ വേണ്ടി വൈശാഖി നിന്നിടത്ത് തന്നെ ഇത്തിരി ചെരിഞ്ഞു നിന്നു. പക്ഷേ ഗൗരി നേരെ അവളുടെ അടുത്തേക്ക് നടന്നു ചെല്ലുകയാണ് ചെയ്തത്. അത് കണ്ടതും വൈശാഖി ഒന്ന് പരിഭ്രമിച്ചു. വാടകക്കാരി ഇവിടുത്തെ വീട്ടുകാരിയാകാൻ നോക്കുക? ഗൗരി പുച്ഛത്തോടെ ചിരിച്ചു. അതിനുള്ള മറുപടി വൈശു കൊടുത്തില്ല. ചുവരിലേക്ക് നോട്ടം പായിച്ചുകൊണ്ട് അവൾ നിന്നു. സത്യം പറഞ്ഞ എൻ്റെ മാമനെ പറഞ്ഞാൽ മതി, ആമ്പിള്ളേരുള്ള വീട്ടിൽ ഇങ്ങനൊരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് വാടകക്കാരിയാക്കിയന്. ബാംഗ്ലൂരിലൊക്കെ ജീവിച്ചതല്ലേ, നിന്നെയൊക്കെ എന്ത് വിശ്വസിച്ചാ ഈ വീട്ടിൽ കയറ്റിയെന്ന് ഓർക്കുമ്പോഴാണ് പേടി തോന്നണത്. ആർക്കറിയാം അവിടെ നീ എങ്ങനെയായിരുന്നെന്ന്. ഗൗരി അവളെ നോക്കി പല്ലു കടിച്ചു. അനാവശ്യം പറയരുത്. വൈശാഖിക്ക് ദേഷ്യം വന്നിരുന്നു. എന്തനാവശ്യം? ബാംഗ്ലൂരിലൊക്കെയുള്ള പെണ്ണുങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാം. നീ കൂടുതൽ ശീലാവധി ചമയണ്ട. ഗൗരി നിർത്തുവാൻ തയ്യാറായില്ല. അവൾ വൈശുവിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. വൈശാഖിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. ഗൗരിയോട് വാദിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നെങ്കിലും പെണ്ണ് വായ തുറന്നില്ല. വാവിട്ടെന്തെങ്കിലും താൻ പറഞ്ഞു പോയാൽ അത് ഈ വീട്ടിലൊരു പ്രശ്നത്തിന് കാരണമാകും എന്നുള്ളത് അവൾക്ക് ഉറപ്പായിരുന്നു. ഗൗരി മാറ്, എനിക്ക് പോണം, വെറുതെ വഴക്കിടാൻ വരണ്ട. ഉള്ളിൽ സങ്കടം കുമിഞ്ഞു കൂടിയെങ്കിലും വൈശുവിൻ്റെ ഒച്ച കടുത്തിരുന്നു. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. ഗൗരി അവളെ കളിയാക്കി ചിരിച്ചു. അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് പോണം. ഇത്തവണ വൈശാഖിയുടെ ഒച്ച പൊന്തി. ഇല്ലെങ്കിലോ? അവൾ പറഞ്ഞത് തെല്ലും കേൾക്കാതെ ഗൗരി അവളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് നിന്നിടത്ത് തന്നെ നിന്നു. മാറ് ഗൗരി, എനിക്ക് ദേഷ്യം വരുന്നു. വലത്തെ കൈമുട്ടുകൊണ്ട് അവളെ മെല്ലെ മുന്നിൽ നിന്നും തള്ളി മാറ്റിയിട്ട് വൈശാഖി മുന്നോട്ടേക്ക് നടന്നു. അവളിൽ നിന്ന് ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവാം ഗൗരി അവളുടെ തള്ളിച്ചയിലൊന്ന് പകച്ചു പോയിരുന്നു. എടി! ഡൈനിങ് റൂമിൽ നിന്നും ധൃതിയിൽ ഹാളിലേക്ക് കയറിപ്പോയ വൈശാഖിയെ നോക്കി ഗൗരി പല്ല് ഞെരിച്ചു. അതേസമയം മുത്തശ്ശിയുടെ മുറിയുടെ നേർക്ക് നടക്കുന്നവളുടെ മനസ്സ് ഗൗരിയുടെ വാക്കുകൾ ഓർമ്മ വന്നതും വല്ലാതെ അസ്വസ്ഥമായി. ബാംഗ്ലൂരിലെ കൈപ്പേറിയ ജീവിതം അവളുടെ ചിന്തകളിലേക്ക് അനുവാദം കൂടാതെ ഓടിപ്പാഞ്ഞെത്തി. അശ്വിൻ. പെണ്ണിൻ്റെ ചൊടികൾ ആ പേര് പേടിയോടെ ഉരുവിട്ടു. ഭയത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. വൈശുവിൻ്റെ ശരീരം വിറച്ചു തുടങ്ങി. മനസ്സ് കൈവിടുന്നത് പോലെ തോന്നിയതും വൈശാഖി നിന്നിടത്ത് തന്നെ ഒന്ന് നിന്നു. എന്നിട്ട് ശ്വാസമെടുത്ത് ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ചു. കൂട്ടത്തിൽ മഹാദേവന്റെ മുഖം ഹൃദയത്തിലേക്ക് നിറയ്ക്കാനും ശ്രമിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, മെല്ലെ മെല്ലെ ഉള്ളിലെ പേടി മാഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി തുടങ്ങി. ശരീരത്തിൻ്റെ വിറയിൽ നിൽക്കുന്നതായിട്ടും. സാറ്, പേടിക്കുമ്പോൾ സാറിനെ ഓർത്താൽ മാത്രം മതി. ആശ്വാസത്തോടെ നിറഞ്ഞ കണ്ണുകളെ തൂത്തു തുടച്ചവൾ. എന്നിട്ട് ഒരു വട്ടം കൂടി ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ചിട്ട് അവൾ പത്മാവതിയുടെ മുറിയിലേക്ക് മെല്ലെ കാലുകൾ നീക്കി. ദേവൻ്റെ മുമ്പിൽ കൂടി വേണം മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുവാൻ. പൊടുന്നനെയാണ് അത് സംഭവിച്ചത്. ദേവൻ്റെ മുറിയുടെ മുൻപിലൂടെ കടന്നു പോയത് മാത്രം വൈശാഖിക്ക് ഓർമ്മയുള്ളൂ. മുറിക്കുള്ളിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് വന്ന മഹാദേവൻ അവളെ പോയി കൂട്ടിയിടിച്ചത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. പൊടുന്നനെ വൈശാഖിയുടെ കയ്യിൽ നിന്ന് ആ പാത്രം താഴെ തറയിലേക്ക് വീണുപോയി. ദേവൻ അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചതിനാൽ പെണ്ണ് നിലത്തേക്ക് വീണില്ല എന്നത് മറ്റൊരു സത്യം. പക്ഷേ മറ്റൊന്ന് നടന്നു. ചൂടുകുഴമ്പ് അവളുടെ വലത്തെ പാദത്തിന് മുകളിലേക്ക് തെറിച്ചു വീണു. പൊള്ളലേറ്റതും അവൾ ഉച്ചത്തിൽ വിളിച്ചുപോയി. വൈശാഖി, എന്താ? വല്ലതും പറ്റിയോ? എവിടെയെങ്കിലും പൊള്ളിയോ? ഒരു നിമിഷം കൊണ്ട് നടന്നു പോയത് എന്തെന്നറിയാതെ തൻ്റെ കൈക്കുള്ളിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന പെണ്ണിനെ അവൻ തട്ടി വിളിച്ചു. ഒന്നുമില്ല സർ, ഒന്നുമില്ല, ഒന്നും പറ്റിയില്ല. കാല് പൊള്ളലേറ്റതിനാൽ നീറുന്നുണ്ടായിരുന്നെങ്കിലും അവളത് പുറത്ത് കാട്ടാതെ അവനിൽ നിന്ന് പൊടുന്നനെ അകന്നു മാറി നിന്നു. സോറി, ഞാൻ കണ്ടില്ല. തറയിൽ പടർന്നു കിടക്കുന്ന കുഴമ്പിലേക്ക് നോക്കിക്കൊണ്ട് മഹാദേവൻ നെറ്റി ചുളിച്ചു. അടിപൊളി, എനിക്കറിയായിരുന്നു ഇങ്ങനെ തന്നെ വരുമെന്ന്. മുത്തശ്ശിക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ എന്നെ നോക്കി പുച്ഛിച്ചിട്ട് വലിയ കാര്യത്തിൽ പോയതാണ് ഈ വൈശാഖി. എന്നിട്ടിപ്പോൾ എന്തായി? എല്ലാം നശിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലേ? ഇത്രയും കുഴമ്പ് നീ വെറുതെ വേസ്റ്റാക്കി കളഞ്ഞു. ഇപ്പോൾ കുഴമ്പിനൊക്കെ എന്നാ വിലയാ? അല്ല,
അതൊക്കെ പറഞ്ഞാൽ നിനക്ക് വല്ലതും മനസ്സിലാവുമോ എന്തോ? മഹാദേവൻ അവളുടെ അരികിൽ നിൽക്കുന്നത് കൊണ്ടാവാം പൊടുന്നനെ അങ്ങോട്ടേക്ക് കാറ്റുപോലെ ഓടിയെത്തിയ ഗൗരി വൈശാഖിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ മനഃപൂർവ്വം തുനിഞ്ഞത്. ഗൗരി! ഒന്നാമതെ കാലിലെ നീറ്റല്, അതിലുപരി ഗൗരിയുടെ നുണയും കുത്തുവാക്കുകളും. ഇതിൽ കൂടുതൽ സഹിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത പാട്ടായിട്ട് നാളെ വരാം കേട്ടോ. നിങ്ങൾ വായിച്ചിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് ഇട്ടേക്കണേ. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നാളെ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ.